നമുക്കിന്ന് മെൽറോസിൻ്റെ ഉത്സവ നാളുകളിലൂടെ ഒരു യാത്ര പോകാം. എല്ലാ വർഷവും ജൂൺ മാസത്തിൽ മെൽറോസിൽ നടക്കുന്ന ഫെസ്റ്റിവലിൻ്റെ ആരംഭമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ബാക്ക് പാക്കേഴ്സ് നയിക്കുന്ന സംഗീതത്തിൻ്റെ അകമ്പടിയോടെ കുരുന്നുകൾ ഫാൻസി ഡ്രസ്സുമായി റോഡിലൂടെ പോകുന്നൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കുട്ടികളുണ്ട് മെൽറോസിൽ ഇപ്പോൾ ഉള്ളവർ, അല്ലെങ്കിൽ മെൽറോസ് വിട്ടുപോയവർ, മെൽറോസിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെല്ലാം തിരിച്ചെത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഈ മെൽറോസ് ഫെസ്റ്റിവൽ. അവർ വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടെ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും അവർ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും, ഒരുപാട് എഫേർട്സ് ഇട്ടിട്ടാണ് ഓരോ ഫാൻസി ഡ്രസ്സും മുന്നോട്ട് പോകുന്നത്. അതിന് എല്ലാ കുരുന്നുകളെ സഹായിക്കുന്നവരുടെ മാതാപിതാക്കളാണ്. വളരെയധികം സന്തോഷമുള്ളൊരു കുറേ ദിവസങ്ങളാണ് മെൽറോസിന് ഈ മെൽറോസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഈ ഒരു യാത്ര ഈ നഗരത്തെ പ്രദക്ഷിണം വെച്ച് സെൻറ്റ് ഡൻസ്റ്റൺസ് പാർക്ക് എന്ന് പറയുന്നൊരു പാർക്കിൽ എത്തിച്ചേരുകയും അതിനുശേഷം അവിടെ വെച്ചിട്ട് മാർക്കിടുകയും തുടർന്ന് പ്രൈസ് വിതരണം ചെയ്യുകയും ഒക്കെയാണ് ചെയ്യുന്നത്. മെൽറോസിൻ്റെ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് പലവിധമായിട്ടുള്ള കാര്യങ്ങൾ കൂടിച്ചേർന്ന ഒന്നാണ്. അതിലൊന്നാണ് ഈ ഫാൻസി ഡ്രസ്സ്. അതല്ലാതെ ചരിത്ര പ്രധാനമുള്ള ഒരു കുതിരസവാരിയുണ്ട്, മറ്റ് ഒത്തുചേരലുകളുണ്ട്, കലാപരിപാടികളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ യൂത്തിൽ നിന്നും ഉള്ള ഒരു കിങ്ങിനെയും ക്വീനിനെയും ലൈക്ക് പ്രിൻസ് ഓർ പ്രിൻസസിനെ അവർ ഈ നഗരത്തിൻ്റെ അടുത്തൊരു വർഷത്തെ കാവലാളായിട്ട് തിരഞ്ഞെടുക്കുന്ന പരിപാടികളുണ്ട്. സീനിയേഴ്സിനെ ആദരിക്കുന്ന പരിപാടികളുണ്ട്. അങ്ങനെ ഇവരുടെ ഒരു ചരിത്രം, ഇവർ വർഷങ്ങളായി പിന്തുടർന്ന് പോരുന്ന ഇവരുടെ ആചാരങ്ങൾ എല്ലാം കൃത്യമായവർ ഓരോ വർഷവും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അവരവരുടെ സംസ്കാരത്തോട്, അവരുടെ കമ്മ്യൂണിറ്റിയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ മെൽറോസ് ഫെസ്റ്റിവലിൽ കാണാൻ സാധിക്കുന്നത്. ഈ കുതിരസവാരിക്ക് പിന്നിലും വലിയൊരു കഥയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവർ വൈക്കിങ്സ് ആയിരുന്നു. ഇവർ ആടുമാടുകളെയൊക്കെ മേയിച്ച് കൃഷിയൊക്കെ ചെയ്ത് ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അവർ ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ അവരുടെ ഗ്രാമത്തിൻ്റെ അതിർത്തികൾ മുഴുവൻ കുതിരയിൽ ഇങ്ങനെ ഒരു പെട്രോളിംഗ് നടത്തുമായിരുന്നു. കാരണം ഈ പുറത്തുനിന്നുള്ള കള്ളന്മാർ വന്ന് അവരുടെ ആടുമാടുകളെ കട്ടുകൊണ്ട് പോകുന്നുണ്ടോ, ഏതെങ്കിലും ഇൻവേഡേഴ്സ് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. ഇത് പിന്നീട് നഗരവൽക്കരണം നടന്നു, പുതിയ കാലഘട്ടത്തിലേക്ക് അവർ ജീവിതം ആരംഭിച്ചു. എങ്കിൽ കൂടിയും ഈ പണ്ടത്തെ ഒരു ആചാരത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനായിട്ട് ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇവർ ഈ ഒരു ഗ്രാമത്തിൻ്റെ അതിർത്തികൾ മുഴുവൻ കുതിരയിൽ പോകുന്ന ഒരു പതിവ് ആരംഭിച്ചത്. അതൊരു ദീർഘമായ യാത്രയാണ്. അത് മെൽറോസ് ടൗണിൽ നിന്നും ഒരു ഗോൾഫ് കോഴ്സിൻ്റെ വഴിയിലൂടെ അവർ കുന്നിൻ മുകളിലേക്കാണ് പോകുന്നത്. ആ കുന്നിൻ മുകളിലൂടെ കിടന്ന് ഗ്യാറ്റൺ സൈഡ് എന്ന് പറഞ്ഞൊരു വില്ലേജ് സൈഡിലേക്ക് ഇറങ്ങി പുഴ ക്രോസ് ചെയ്ത് തിരിച്ച് വീണ്ടും ഫെസ്റ്റിവൽ ഗ്രൗണ്ടിൽ തന്നെ തിരിച്ചെത്തുമ്പോഴേക്കും അതൊരു 2-3 മണിക്കൂറൊക്കെ ഉള്ളൊരു വലിയ പരിപാടിയാണ്. അതിനായി ഇവരെടുക്കുന്ന എഫേർട്ട് ഭീകരമാണ്. കാരണം ഈ കുതിരകൾ എല്ലാം തന്നെ അവരുടെ സ്വന്തമാണ്. അതിനെ പോറ്റി വളർത്തുക എന്ന് പറയുന്നത് വളരെയധികം ചിലവേറിയ കാര്യമാണ്. പക്ഷെ അതൊന്നും പാഷൻ ഉള്ള ആൾക്കാർക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. അവരതിനെ കൃത്യമായി പോറ്റി വളർത്തി അതിന് കൊടുക്കേണ്ട എല്ലാ ചികിത്സയും ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും എല്ലാം കൊടുത്ത് കുടുംബത്തിലെ അംഗത്തെ പോലെ വളർത്തുന്ന കുതിരകളെയാണ് അവർ അണിയിച്ചൊരുക്കി അവരും പ്രത്യേകമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അന്നത്തെ ദിവസം അവർ കുതിരസവാരി നടത്തുന്നത്. കുതിരസവാരി നടത്തുന്നവരിൽ വളരെ പ്രായമുള്ളവരും ചെറിയ കുട്ടികളും അടക്കം എല്ലാവരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുതിരകളെല്ലാം ശരിക്കും നല്ല ആരോഗ്യമുള്ള കുതിരകളുമാണ്. നമുക്ക് വീഡിയോ ഫുട്ടേജിൽ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കത് കാണാൻ സാധിക്കും.
ഞങ്ങൾ മെൽറോസിൽ ആദ്യം എത്തിയ വർഷം പുഴ കിടക്കുന്നതൊന്നും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. കാരണം പുഴയിൽ വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും കൃത്യമായ സ്പോട്ട് അറിയാത്തതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്ന ഈ ഒരു പുഴ കടന്നു പോകുന്ന ഈ ഒരു കാഴ്ച അതിമനോഹരമാണ്. ഒന്നാമതേ ബോർഡേഴ്സ് എന്ന് പറയുന്നത് പ്രകൃതി വളരെയധികം കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ്. ട്വീഡ് എന്ന് പറയുന്ന ഒരു പുഴയാണ് ഇവരുടെ സ്കോട്ടിഷ് ബോർഡേഴ്സിൻ്റെ ജീവനാടി തന്നെ. അത് മെൽറോസിൽ മാത്രമല്ല, സ്കോട്ടിഷ് ബോർഡേഴ്സിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട ചെറിയ ടൗണുകളെല്ലാം കവർ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പുഴ എന്ന് പറയുന്ന ട്വീഡാണ് അവരുടെ ജീവനാടി. ആ പുഴയെ ക്രോസ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവർ പോകുന്നത്. ഈ ഒരു ഗ്രാമത്തെ ചുറ്റി ശരിക്കും സ്കോട്ടിഷ് ബോർഡേഴ്സിലെ ഒരുപാട് ഗ്രാമങ്ങളെല്ലാം ചുറ്റി ഒഴുകുന്ന ഈ പുഴ ഒരു വലിയ കാരണമായിരുന്നു പണ്ട് റോമക്കാർ ഇവിടെ ഇൻവേഡ് ചെയ്തതിനും എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം ഈ പുഴ പണ്ട് ശരിക്കും നല്ല വലുതായിരുന്നു. സോ വലിയൊരു വിഭാഗം റോമക്കാർ ഇവിടെ വന്ന് ഈ ഒരു പ്രദേശത്തെ കീഴടക്കി ഇവിടെ താമസം ആരംഭിച്ചപ്പോൾ അവർക്ക് ജലസേചനത്തിനും കൃഷി ചെയ്യാനും മറ്റു ആവശ്യങ്ങൾക്കുമെല്ലാം ഈ പുഴ വളരെയധികം സഹായകമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആ സംഭവമൊക്കെ സംഭവിക്കുന്നത്. അതിനുശേഷം വീണ്ടും റോമൻസിനെ അവർ തോൽപ്പിച്ച് വീണ്ടും അവരവരുടെ നാടിനെ സ്വന്തം കൈപ്പിടിയിലാക്കുകയും തങ്ങളുടെ ആചാരങ്ങളും തങ്ങളുടെ ജീവിത രീതികളൊക്കെ പിന്തുടർന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ്. കമ്മ്യൂണിറ്റി വൈസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് ഇവർക്കിടയിലുള്ളത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെയധികം ശാന്തമായിട്ട് ജീവിക്കുന്ന ഒരാൾക്കാരാണ്. അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അവരുടേതായിട്ടുള്ള രീതികളും എന്നാൽ പുതിയ കാലഘട്ടത്തിൻ്റെ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ മെൽറോസിലും ചുറ്റുപുര പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഉള്ളത്. ഇന്ന് മെൽറോസ് ഫെസ്റ്റിൻ്റെ അവസാന ദിവസമാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്ന പ്രധാന വ്യക്തി എൻ്റെ മകനാണ് ആദം. ബാക്ക് പേപ്പേഴ്സിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളി പോയിട്ട് ചെറുതായിട്ടൊന്ന് ഒരു കലാശക്കൊട്ടിന് കൂടെ കൂടുന്നതാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വർഷത്തെ ആഘോഷം കഴിഞ്ഞ് ഇനി അടുത്ത വർഷം